ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേരയില വെച്ച് മുടി വളർത്തിയെടുക്കാം. അതുപോലെ തന്നെ പേരയില മുടിക്ക് ഒരുപാട് ഗുണം തരുന്ന ഒരു സാധനമാണ്. ഒരുപാട് വൈറ്റമിൻസ് മിനറൽസ് തരുന്ന ഒരു നല്ല ഇലയാട്ടോ പേരയുടെ ഇല. കൊഴിഞ്ഞ മുടി കിളിർത്തു വരാനും ഇടതൂർന്ന മുടിക്കും ഈ പേരയില ഒരുപാട് നല്ലതാണ്. മുടിക്ക് പെട്ടെന്ന് നീളം വയ്ക്കാനും പേരയുടെ ഇല നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇല എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒന്നുകിൽ പേരയുടെ ഇല എടുത്ത് നന്നായി അരച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഞാനിവിടെ പറയുന്ന രീതിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒരു 8-10 ഇല ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇതിലൊരുപാട് വൈറ്റമിൻസും അതുപോലെ തന്നെ മിനറൽസും ഉള്ള കാരണം തന്നെ വൈറ്റമിൻ ഇ കണ്ടന്റ് നമുക്ക് മുടിയിൽ സ്മൂത്ത്നെസ് നൽകാനും അതേപോലെ താരൻ പോകാനും മുടിയുടെ റൂട്ട് ബലപ്പെടുത്താനും മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ് പേരയുടെ ഇല എന്ന് പറയുന്നത്. മുടി കൊഴിച്ചിൽ ഉണ്ടെങ്കിൽ അതും മാറാനും ഇത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഈ പേരയുടെ ഇല നല്ല രീതിയിൽ വെട്ടി തെളിച്ച് 2 ഗ്ലാസ് വെള്ളമാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ആകുന്നതോളം വരെ ഒന്ന് പറ്റിച്ചെടുക്കുകയും വേണം. ഇങ്ങനെ മൂടെ അടച്ചു വെച്ച് തന്നെ നമുക്കിതിൻ്റെ തണുപ്പ് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സത്തയ്ക്കൊന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അതിന് ശേഷം നമുക്കിത് ഈ ഇലയ്ക്കൊന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ഇങ്ങനെ പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് തലയിൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് താരൻ തലയിലുള്ളവരാണെങ്കിൽ ആ താരൻ മാറ്റിയതിന് ശേഷം മാത്രം കേട്ടോ ഇത് തലയിൽ തേച്ചാൽ അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. എൻ്റെ ഒരു അനുഭവത്തിൽ പറയുന്നതാണ്. പിന്നെ ക്ലോറിൻ വെള്ളമൊക്കെ ഉപയോഗിച്ച് തല കഴുകുന്നവരാണെങ്കിൽ റിസൾട്ട് കിട്ടുമോ എന്നുള്ള കാര്യത്തിലും നമുക്കൊരു സംശയമാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വന്ന ഈ വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുമോ എന്നറിയില്ല. കാരണം ഞാനിവിടെ മുടിയുടെ ഏതൊരു ഹെയർ പാക്കും ഉണ്ടാക്കിയാലും പിറ്റേ ദിവസത്തേക്ക് അത് ഉപയോഗിക്കാറില്ല. അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണത്തെപ്പറ്റി എനിക്കറിയില്ല കേട്ടോ. ഞാനിവിടെ ഇപ്പോഴും ഫ്രഷ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ മുടിയിൽ ഇത് വരട്ടുമ്പോൾ ഓരോ ഭാഗത്തും നല്ല രീതിയിൽ മസാജ് ചെയ്ത് ഞാനിപ്പോഴും പറയുന്ന പോലെ തന്നെ തലയുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത് മസാജ് ചെയ്ത് തേക്കുവാണെങ്കിൽ മാത്രമേ കേട്ടോ അതിൻ്റെ ഒരു ഗുണം കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മുടിയൊക്കെ ഒന്ന് ഫ്രണ്ടിലേക്കിട്ട് തലയുടെ ബാക്കിലും സൈഡിലും നല്ല രീതിയിൽ മസാജ് ചെയ്ത് തലയിലൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് കഴുകി കളയാം കേട്ടോ. പിന്നെ ചെറിയ ചൊറിച്ചിലും പൊടി പോലുള്ള താരനൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനും നല്ലതാണ്. പിന്നെ മുടി നന്നായി സ്മൂത്ത് ആക്കാനും പേരയുടെ ഇല വീട്ടിലില്ലാത്ത ആരും തന്നെ ഇല്ലല്ലോ. അപ്പം ഈ ഇല ഉപയോഗിച്ച് റിസൾട്ട് കിട്ടുവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന കേട്ടോ. അതുപോലെ തന്നെ ഏതൊരു ഹെയർ പാക്ക് ഉപയോഗിച്ചതിന് ശേഷവും അവസാനം മുടി കഴുകാൻ വേണ്ടിയിട്ട് പേരയുടെ ഇലയുടെ വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്ന കേട്ടോ. നല്ലൊരു എഫക്റ്റീവാണ്. മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാട്ടോ പേരയിലയുടെ വെള്ളം. നീരിറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ